നമ്മൾ എവിടെ പോവാ? ഹോസ്പിറ്റലിൽ പോവാൻ. അപ്പോൾ വെൽക്കം ടു എ ഹോസ്പിറ്റൽ ഡേ ഇൻ മൈ ലൈഫ്. ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത്രയ്ക്ക് സന്തോഷത്തുള്ളി ചാടി ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ അഡ്മിറ്റായി കിടക്കുന്നത് എൻ്റെ സ്വന്തം അമ്മയാണ്. അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പോകുന്നത്. 2 ദിവസം കൊണ്ട് മമ്മി വളരെ പെട്ടെന്ന് റിക്കവർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു യൂഷ്വൽ ഹോസ്പിറ്റൽ സ്റ്റാറ്റീനൊന്നും അല്ലായിരുന്നു ഇവിടെ. നമ്മൾ അത്യാവശ്യം ഹാപ്പി ആയിട്ടൊക്കെ തന്നെയാണ്. ഹായ് പറയൂ എൻ്റെ വ്ളോഗിൽ. ഇനി കുറച്ച് നേരത്തേക്ക് അവരുടെ സ്നേഹപ്രകടനമൊക്കെ ആയിരിക്കും. സത്യത്തിൽ കിടന്നു വന്ന അമ്മയാണ് ഇപ്പോൾ ഇത്രയും ബെറ്റർ ആയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ ഹായൊക്കെ കൊടുത്ത് നമ്മൾ ഓടിച്ചെല്ലുന്നതൊക്കെ കണ്ടെത്തൊന്നും കുറേ വർഷത്തിന് ശേഷം നമ്മൾ കാണുകയാണെന്ന്. സത്യത്തിൽ ഞങ്ങൾ 2 ദിവസത്തിന് ശേഷം കാണുന്നതാണ്. ഞങ്ങൾക്കതൊരു 2 മാസം പോലെയൊക്കെയാണ്. ഞങ്ങൾ 2 പേരുമായിരുന്നു മമ്മിയുടെ ബൈസ്റ്റാൻഡേഴ്സ്. അപ്പോൾ ഒരാൾ രാവിലത്തെ ഷിഫ്റ്റും ഞാൻ നൈറ്റ് ഷിഫ്റ്റും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും പരസ്പരം കാണാറില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഹൈ പറഞ്ഞു ഓടിയത്. ഓക്കെ, അപ്പോൾ കണ്ട സ്ഥിതിക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് കരുതി ക്യാൻറ്റീനിൽ ചെന്നു. പക്ഷേ വിഷമമായിപ്പോയി. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ബിരിയാണിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ആ വിഷമം പറയാനൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ശബലിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ഭയങ്കര വൈബാണ്, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി. ഞാൻ ഇന്നലെയും ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കറങ്ങിയിട്ട് വന്നതുകൊണ്ട് കുഞ്ഞാപ്പിനെയും കൊണ്ട് ഒന്ന് പ്ലേ ഏരിയ വരെ പോകാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ജിതിൻ പറയുന്നുണ്ടായിരുന്നു നമ്മളെ ഹോസ്പിറ്റലിലാണ് വന്നത്, അല്ലാണ്ട് റിസോർട്ടിലൊന്നും വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്നതല്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അതുപോലെയായിരുന്നു പെരുമാറ്റം. അവിടുത്തെ കഫേസൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുക. ദാദാ ഈ പോകുന്നത് കഫേയിലോട്ടാണ്. ഞാൻ ബേബീനെയും കൊണ്ട് ബൈസ്റ്റാൻഡറായിട്ട് പോകുമ്പം സത്യത്തിൽ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്ത് ചെയ്യും, അവൻ ഹോസ്പിറ്റലിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റുമോ. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ സമയം പോകുന്നുണ്ടായിരുന്നു. കൂടാതെ ഇന്ന് ഡിസ്ചാർജ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് നൈസായിട്ട് പോകാൻ തുടങ്ങിയാണ്. അത്ര വലിയ സന്തോഷത്തോടു കൂടിയൊന്നും അല്ല തിരിച്ചു പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ആ ഒരു മൊമെൻറ്റ്, ബില്ല്, അത് ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു. ഞാൻ വിചാരിച്ചത് മമ്മി അവിടെ തന്നെ വീണ്ടും അഡ്മിറ്റ് ആക്കേണ്ട വരും, ബില്ല് കണ്ട് ബോധം കെടുമോയെന്ന്. പക്ഷേ എന്തായാലും കുഴപ്പമില്ലാതെ ഞങ്ങളിതാ തിരിച്ചു പോകാനായിട്ട് വണ്ടിയിൽ കയറി. അപ്പോൾ ഹോസ്പിറ്റലിന് ഒരു ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇനി ഒരിക്കലും ഇവിടേക്ക് തിരിച്ചു വരാൻ ഇടയാക്കില്ലേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.